റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിൻ്റെ 20-ാം ഭാഗം. രാവിലെ പോരെ? അവൻ ക്ഷീണം കലർന്ന ശബ്ദത്തിൽ ചോദിച്ചു. രാവിലെ ആയാൽ വണ്ടികളൊക്കെ കയറി ഇറങ്ങി ആ പൂക്കളെല്ലാം ചമ്മന്തിപ്പരുവമാകില്ലേ റാം? ഇതുപോലുള്ള കാഴ്ചകൾ ആ നിമിഷത്തിൽ തന്നെ ആസ്വദിക്കണം. നമുക്കൊരു രാത്രി നടത്തമായാലോ പ്ലീസ്? അവൾ അപേക്ഷിക്കുന്ന തരത്തിൽ ചോദിച്ചത് കേട്ട് റാം ഒരു നിമിഷം ചിന്തിച്ചു. എന്നിട്ട് അവളെ നോക്കി. അവൾ പ്രതീക്ഷയോടെ തന്നെ നിൽക്കുകയാണ്. ശരി, വാ പോകാം. അവൻ സമ്മതം മൂളി. റാമും ആനന്ദിയും മുറി പൂട്ടി റിസപ്ഷനിലേക്ക് ചെന്നപ്പോൾ വൃദ്ധൻ ഒരു സ്റ്റീൽ പാത്രത്തിൽ നിന്നും എന്തോ കഴിക്കുകയായിരുന്നു. അങ്കിൾ, ഞങ്ങൾ ഇതിൻ്റെ പിൻവശത്തെ റോഡിലൂടെ ഒന്ന് നടന്നിട്ട് വരാം. ആനന്ദി അത് പറഞ്ഞപ്പോൾ അയാൾ ചുവരിലായി തൂക്കിയിരുന്ന വൃത്താകൃതിയിലുള്ള ക്ലോക്കിലേക്ക് നോക്കി. സമയം രാത്രി 1:45. ഞങ്ങൾ പെട്ടെന്ന് വരാം. ആനന്ദി പുറത്തേക്ക് നടക്കാൻ തുടങ്ങിയപ്പോൾ വൃദ്ധൻ അവരെ തിരികെ വിളിച്ചിട്ട് ആ റോഡിലേക്ക് ഇറങ്ങാൻ പാകത്തിനുള്ള മറ്റൊരു വഴി കാണിച്ചു കൊടുത്തു. ശേഷം അധികം ദൂരത്തേക്കൊന്നും പോകല്ലേ എന്നൊരു ഉപദേശവും നൽകി. വാഗമരങ്ങൾക്ക് നടുവിലൂടെയുള്ള ടാർ റോഡിലൂടെ റാമും ആനന്ദിയും നടന്നു. സൂപ്പറായിട്ടുണ്ടല്ലേ? സന്തോഷത്തിൽ അവൾ അവനോട് ചോദിച്ചു. ഞങ്ങളുടെ നാട്ടിൽ ഈ ടൈപ്പ് മരങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. അതുകൊണ്ട് ഞാനിത് സ്ഥിരം കാണുന്ന കാഴ്ചയാണ്. റാം അത് നിസ്സാരവൽക്കരിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്കിതൊക്കെ പുതിയതാ. അവൾ നിലത്ത് നിന്നും ഒരു പിടി പൂവെടുത്ത് റാമിൻ്റെ നേർക്ക് എറിഞ്ഞുകൊണ്ട് പറഞ്ഞു. അവൻ ഷർട്ടിനുള്ളിൽ കടന്ന ഒരു പൂവെടുത്ത് ചൂണ്ടുവിരലിൻ്റെയും തള്ളവിരലിൻ്റെയും ഇടയിലിട്ട് തിരിച്ചു നോക്കി. ഇയാൾ എന്തൊരു ബോറനാ, ആനന്ദി നീരസത്തോടെ പറഞ്ഞു. അതെന്താ? അല്ല, സാധാരണ ഇതുപോലെ സിറ്റുവേഷനിൽ ഗേൾസിനെ പൂ പെറുക്കി എറിയാൻ ബോയ്സ് നോക്കും. ഇത് ഞാൻ അങ്ങോട്ട് പെറുക്കി എറിഞ്ഞിട്ട് പോലും എന്നെ തിരിച്ചെറിയുന്നില്ല, അവൾ പരിഭവത്തോടെ പറഞ്ഞു. അയ്യേ, ഇമ്മാതിരി പൈങ്കിളി പരിപാടിക്കൊന്നും എന്നെ കിട്ടില്ല. അല്ലാതെ തന്നെ നമ്മൾ കമിതാക്കളൊന്നും അല്ലല്ലോ അമ്മാതിരി ക്ലീശേ പരിപാടിയൊക്കെ ചെയ്യാൻ. എൻ്റെ അമ്മയെ, ഞാനൊന്നും പറഞ്ഞില്ലേ? ആനന്ദി അവനെ തൊഴുതു കാട്ടി. അത് കണ്ട് അവൻ ചിരിച്ചു. നിന്നോട് വേറൊരു കാര്യം ചോദിക്കട്ടെ? പറയാമെങ്കിൽ പറ. ഞാൻ ഇന്നലെ മുതൽ ശ്രദ്ധിക്കുന്നു. നിന്റെ അമ്മയും അച്ഛനുമായി നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? റാം നടത്തത്തിനിടയിൽ ചോദിച്ചു. അതെന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, സാധാരണ ഒരു പെൺകുട്ടി വീട് വിട്ട് നിന്നാൽ അമ്മയോ അച്ഛനോ ഇടയ്ക്കൊക്കെ ഫോൺ വിളിക്കും. ഇന്നലെ ഇയാളെ ഇടയ്ക്ക് ഏതോ പ്രോപ്പർട്ടിയുടെ ആളും പാർട്ടിയും വിളിച്ചതല്ലാതെ വേറെ കോളുകളൊന്നും കണ്ടില്ല. നമുക്ക് അവിടേക്കിരുന്നാലോ? അടഞ്ഞു കിടന്ന ഒരു വർക്ക്ഷോപ്പിൻ്റെ മുന്നിലായി കിടന്നിരുന്ന ഇരുമ്പ് ബെഞ്ച് കാട്ടി ആനന്ദി ചോദിച്ചു. അവൻ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി ലഭിച്ചില്ലെങ്കിലും അവൾക്കൊപ്പം അവനും ആ ബെഞ്ചിലേക്ക് നടന്നു. അതിൽ നിറയെ വാഗപ്പൂക്കൾ പൊഴിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. ഇരുവരും തങ്ങൾക്ക് ഇരിക്കുവാനുള്ള ഭാഗത്തെ പൂക്കൾ തട്ടി താഴേക്കിട്ട് ബെഞ്ചിലേക്കിരുന്നു. ഇടയ്ക്കിടെ ഞാനവരെ വിളിച്ച് സംസാരിക്കുന്നതല്ലാതെ കുറച്ചു കാലമായി അച്ഛനും അമ്മയും എന്നോട് സംസാരിക്കാറില്ലടോ, ആനന്ദി ഒരു നിമിഷത്തെ ആലോചനകൾക്ക് ശേഷം പറഞ്ഞു. അതെന്താ കാരണം? അതൊക്കെ പിന്നീട് ഒരിക്കൽ പറയാം. ഇയാളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അവൾക്ക് അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് മനസ്സിലായതിനാൽ റാം കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ മുതിർന്നില്ല. പകരം അവൾ ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി തൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ ഓണാക്കി വാൾപേപ്പർ ഇട്ടിരിക്കുന്ന ഫോട്ടോ കാണിച്ചു കൊടുത്തു. അതിലായി റാമും അച്ഛനും അമ്മയും അനിയത്തിയും ഉണ്ടായിരുന്നു. നൈസ് ഫാമിലി. അനിയത്തി എന്ത് ചെയ്യുന്നു? അവൾ +2 പഠിക്കുക. പേര് പത്മ. കാണാൻ റാമിനെപ്പോലെ തന്നെയുണ്ട്. അവൻ അതിന് മറുപടി പറഞ്ഞില്ല. എന്തോ ഓർത്തതുപോലെ റാം ബെഞ്ചിൽ കിടന്നിരുന്ന പൂക്കൾ കൈപ്പിടിയിലാക്കി ആനന്ദിയുടെ നേർക്കെറിഞ്ഞു. അവളും പൂക്കൾ വാരി അവനെ തിരിച്ചെറിഞ്ഞു. അവൻ വീണ്ടും അവളെ പൂക്കൾ എറിഞ്ഞപ്പോൾ അവൾ ചിരിച്ചുകൊണ്ട് ബെഞ്ചിൽ നിന്നും എഴുന്നേറ്റിട്ട് നിലത്ത് കിടന്ന പൂക്കൾ വാരി അവൻ എറിഞ്ഞു. പക്ഷേ അതിലല്പം മണ്ണ് കലർന്നിരുന്നു. റാമിൻ്റെ മുഖത്തും വായിലും ഷർട്ടിനുള്ളിലും ഒക്കെയായി മണ്ണ് കയറി. അവൻ വായിൽ കയറിയ മണ്ണ് തുപ്പിക്കളഞ്ഞു. അത് കണ്ടതും ആനന്ദിക്ക് മനസ്സിലായി തനിക്ക് പണി കിട്ടിയെന്ന്. ഉറക്കെ ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും അവൾ റോഡിലേക്ക് ഓടി. നിന്നെ ഞാൻ നെടിച്ച് അച്ചാറാക്കുമെടി. അവൻ നിലത്ത് നിന്നും മണ്ണ് കലർന്ന പൂക്കളും വാരി അവളുടെ പിന്നാലെ ഓടി. ആനന്ദി ഓടി ലോഡ്ജിൽ നിന്നും അവരിറങ്ങി വന്ന അതേ വഴിക്ക് തിരിച്ചു കയറി. എന്നിട്ട് റിസപ്ഷനിലെ വൃദ്ധനിരിക്കുന്ന ടേബിളിനടിയിലേക്ക് ഓടിക്കയറി. അയാളോട് മിണ്ടല്ലേ എന്ന് ആംഗ്യവും കാണിച്ചു. വൃദ്ധൻ അതിശയത്തോടെ അവളെ നോക്കുമ്പോഴേക്കും റാം ഓടി അവിടേക്ക് എത്തിയിരുന്നു. അവൻ്റെ മുഖത്തൊക്കെ മണ്ണ് പറ്റിയിരിക്കുന്നത് കണ്ടപ്പോൾ അയാൾക്ക് കാര്യം പിടികിട്ടി. അണ്ണ, എൻ്റെ കൂടെ വന്ന് പെണ്ണ് മുകളിലേക്ക് പോയോ? അയാൾ റാമിനെ കണ്ണുകൊണ്ട് ടേബിളിനടിയിലേക്ക് കാണിച്ചു. റാം അയാളെ താങ്ക്സ് എന്ന് ആംഗ്യഭാഷയിൽ കാണിച്ചിട്ട് ചാടി ടേബിളിൻ്റെ മറുവശത്തേക്ക് വന്നു. അയ്യോ, എൻ്റെ അമ്മച്ചി, എന്നെ കൊല്ലാൻ പോണേ! ആനന്ദി ടേബിളിനടിയിലെ തിണ്ണയിൽ തലയും കുമ്പിട്ടിരുന്ന് ഉറക്കെ കരഞ്ഞു. റാം അവൻ്റെ ബലിഷ്ഠമായ കൈകൊണ്ട് വട്ടം പിടിച്ച് അവളെ ടേബിളിനടിയിൽ നിന്നും പുറത്തേക്ക് വലിച്ചൂരിയെടുത്തു. പിന്നീട് പുറത്തേക്ക് കൊണ്ടുപോയി തലവഴി മണ്ണും പൂവുമിട്ടു. ശേഷം ഇരുവരും കിതപ്പോടെ റിസപ്ഷനിൽ കിടക്കുന്ന ഇരുമ്പ് കസേരകളിൽ വന്നിരുന്നു. വൃദ്ധൻ്റെ മുഖത്തെ ഗൗരവമൊക്കെ മാറിയിട്ട് പകരം സന്തോഷം നിറഞ്ഞ ഒരു ചിരി നിറഞ്ഞിരുന്നു. ആനന്ദിയും റാമും അയാളെ നോക്കി ചിരിച്ചു. അയാൾ എഴുന്നേറ്റ് പോയി സമീപത്ത് കിടന്നിരുന്ന അലമാരിയിൽ കഴുകി മടക്കി വെച്ചിരിക്കുന്ന 2 വെളുത്ത ടവലുകൾ കൊണ്ടുവന്ന് ഇരുവർക്കും നൽകി. ദേഹമൊക്കെ മൊത്തം മണ്ണല്ലേ, പോയി കുളിച്ചോ? താങ്ക്സ്, അവർ ഇരുവരും ഒരുപോലെ പറഞ്ഞു. ആനന്ദി ചാവികൾ നിരത്തിയിട്ടിരുന്ന ഭിത്തിയിലേക്ക് നോക്കിയപ്പോൾ 111ൻ്റെ ചാവി ഒഴികെ ബാക്കി എല്ലാ ചാവികളും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അങ്കിൾ, ഞങ്ങളല്ലാതെ വേറെ ആരും ഇവിടെയില്ലേ? അതിന് മറുപടിയായി ഇല്ലെന്ന് അയാൾ തോളുകൊണ്ട് കാണിച്ചു. പുറത്തൊക്കെ പറയുന്നു ഇവിടെ ആളുകൾ കൂടുതലും ആത്മഹത്യ ചെയ്യാനാണ് റൂമെടുക്കുന്നതെന്ന്. അവളത് പറഞ്ഞപ്പോൾ റാം അയാൾ കാണാതെ ഇതൊക്കെയാണോ പുള്ളിയോട് ചോദിക്കുന്നത് എന്ന മട്ടിൽ അവൾക്കിട്ട് തട്ട് വെച്ചു കൊടുത്തു.
ഇവിടെ ആകെ ഒരേ ഒരാൾ മാത്രമേ ആത്മഹത്യ ചെയ്തിട്ടുള്ളൂ. അതെൻ്റെ മകനാ, അയാൾ നിർവികാരതയോടെ പറഞ്ഞു. റാമും ആനന്ദിയും ഞെട്ടലോടെ അയാളെ നോക്കി. ആളുകൾക്ക് എന്തും പറയാമല്ലോ മക്കളെ. ഞാനീ കെട്ടിടം വാങ്ങുമ്പോൾ ഈ ഏരിയയിൽ ഒരൊറ്റ ലോഡ്ജില്ലായിരുന്നു. ഇപ്പോൾ ഒരുപാട് ഹോട്ടലുകൾ പൊട്ടിമുളച്ചിട്ടുണ്ട്. ഓട്ടോക്കാർക്കും ടാക്സിക്കാർക്കും കമ്മീഷൻ കിട്ടുന്നിടത്ത് അവർ ഗസ്റ്റിനെ കൂട്ടിക്കൊണ്ടുപോകും. മറ്റുള്ള ഹോട്ടലുകളൊക്കെ നിറയുമ്പോൾ മാത്രം ഇടയ്ക്ക് ഏതെങ്കിലും ഗസ്റ്റിനെ ഇതുപോലെ ഇവിടെ കൊണ്ടിറക്കും. കൂട്ടത്തിൽ ഈ ഹോട്ടലിലേക്ക് പിന്നീട് ഒരിക്കലും വരാതിരിക്കുവാനായി ഇങ്ങനെ ഓരോ കള്ളക്കഥയും പറയും. ഞാൻ പിന്നെ ആരെയും ശകാരിക്കാനോ സത്യം വെളിപ്പെടുത്താനോ ഒന്നും പോകാറില്ല. ഭഗവാൻ അന്നത്തിന് മുട്ടില്ലാതെ ഇതുവരെ കൊണ്ടുപോയി. ഇനിയും അങ്ങനെ തന്നെ കൊണ്ടുപോകും. ഇല്ലെങ്കിൽ നിങ്ങളിന്നിവിടെ വരില്ലല്ലോ, അയാൾ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. മകൻ എന്തിനാ ആത്മഹത്യ ചെയ്തത്? ആനന്ദി അടുത്ത ചോദ്യം ചോദിച്ചു. അവന് തലയിൽ ക്യാൻസറായിരുന്നു. വളരെ വൈകിയാണ് രോഗവിവരം നമ്മൾ അറിയുന്നത്. എങ്കിലും രക്ഷപ്പെടാൻ 50% ചാൻസ് ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞതാ. അവനാണെങ്കിൽ അവൻ്റെ അമ്മയെപ്പോലെ തന്നെ എളുപ്പവഴി തിരഞ്ഞെടുക്കുന്ന പാർട്ടിയാ. ഉള്ളതൊക്കെ വിറ്റ് ഞാൻ അവനെ ചികിത്സിക്കുമെന്ന് അവന് നല്ല ഉറപ്പുണ്ടായിരുന്നു. ആകെയുള്ള ഈ ലോഡ്ജ് കൂടി വിറ്റിട്ട് എങ്ങാനും രോഗം ഭേദമായില്ലെങ്കിലോ എന്നോർത്ത് കാണും പാവം. മുകളിലെ ഒരു മുറിയിൽ കയറി അവൻ ജീവിതം അങ്ങ് അവസാനിപ്പിച്ചു കളഞ്ഞു. അയാൾ പറയുന്നത് കേട്ട് ആനന്ദി ഒന്ന് മുകളിലേക്ക് കണ്ണോടിച്ചു. പേടിക്കണ്ട, നിങ്ങളുടെ മുറിയല്ല. ആ മുറി ഞാൻ ആർക്കും കൊടുക്കാറില്ല. പകൽ എൻ്റെ ഭാര്യ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഞാൻ അതിൽ പോയി കിടന്നുറങ്ങും. അയാൾ ചെറിയ പുഞ്ചിരിയോടെ പറഞ്ഞു. അച്ഛന് വേറെ മക്കളില്ലേ? ആനന്ദി അങ്കിൾ എന്നുള്ള വിളി മാറ്റി അച്ഛനെന്നാക്കിയത് റാമിന് വളരെയധികം ഇഷ്ടമായി. ഇല്ല, ഞങ്ങൾക്ക് അവൻ മാത്രമായിരുന്നു. അയാൾ നിശബ്ദനായി. അച്ഛനെന്താ ഇങ്ങനെ കറുപ്പൊക്കെ ഇട്ടിരിക്കുന്നത്? അവൾ തൻ്റെ ബാക്കിയുള്ള ഒരു സംശയം കൂടി ചോദിച്ചു. അവൻ്റെ അസുഖം മാറാൻ വേണ്ടി ശബരിമലയിലേക്ക് പോകാൻ വ്രതമെടുക്കുന്ന സമയത്താണ് അവൻ പോയത്. പിന്നെ ഞാനും ഈ വേഷം മാറ്റാൻ പോയില്ല. മനസ്സിലെ വിഷമം മൊത്തമായി എന്ന് മാറുന്നുവോ അന്ന് മലയ്ക്ക് പോയ ശേഷം ഈ കറുപ്പൊക്കെ ഞാൻ ഊരി മാറ്റും. അയാളത് പറഞ്ഞപ്പോൾ ആനന്ദി എഴുന്നേറ്റ് അയാളുടെ ടേബിളിനരികിലേക്ക് ചെന്നിട്ട് അയാളുടെ കവിളിൽ തൊട്ടു. ഞങ്ങൾ ഇതുപോലെ ഒരിക്കൽ കൂടി ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ മനസ്സിലെ വിഷമമൊക്കെ മാറ്റി നല്ല ചെത്ത് വേഷമൊക്കെ ഇട്ട് അച്ഛൻ ഇവിടെ ഇരിപ്പുണ്ടാവും, അവൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അയാളുടെ കണ്ണുകളിൽ വെള്ളം ഊറിക്കൂടുന്നത് കണ്ടപ്പോൾ അയാൾ ഇപ്പോൾ കരയുമെന്ന് ആനന്ദിക്ക് തോന്നി. അവൾ റാമിൻ്റെ നേർക്ക് തിരിഞ്ഞു. പോയാലോ? യെസ്, വായോ. അവനും കസേരയിൽ നിന്നും എഴുന്നേറ്റു. അയാളോട് ഗുഡ് നൈറ്റും പറഞ്ഞ് അവർ ഇരുവരും മുകളിലേക്ക് കയറിപ്പോയപ്പോൾ വൃദ്ധൻ രജിസ്റ്റർ തുറന്ന് അവർ എഴുതിയ അഡ്രസ്സിൻ്റെ അരികിലായി ചുവന്ന പേന കൊണ്ട് സ്പെഷ്യൽ ഗസ്റ്റ് എന്ന ഒരു അടയാളം ഇട്ടുവെച്ചു. മുറിയിലെത്തി ഇരുവരും കുളിച്ചു വന്നു. അപ്പോഴേക്കും പുലർച്ചെ 3:30 രാവിലെ 7 മണിയോടെ ബസ് പിടിക്കേണ്ടതിനാൽ സംസാര വിഷയങ്ങൾ ഒന്നും എടുത്തിടാതെ ഇരുവരും ഉറങ്ങുവാൻ തീരുമാനിച്ചു. ഞാൻ ഒപ്പം കിടക്കുന്നതിൽ മാഡത്തിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? റാം പരിഹാസത്തോടെ ചോദിച്ചു. എനിക്ക് പ്രോബ്ലമൊന്നുമില്ല. എൻ്റെ കയ്യിൽ നിനക്ക് ചവിട്ടി കിട്ടാതെ നോക്കിയാൽ മതി. അവൾ ലൈറ്റ് ഓഫാക്കി കിടക്കയിൽ വന്ന് കിടന്നു. റാമും കിടക്കയുടെ എതിർവശത്തായി ചെരിഞ്ഞു കിടന്നു. യാത്രാക്ഷീണത്താൽ ഇരുവരും അതിവേഗം ഉറക്കം പിടിച്ചു. ഉറക്കത്തിൽ ആനന്ദി ഒരു സ്വപ്നം കണ്ടു. കടലിന് നടുവിലൂടെയുള്ള പാലത്തിലൂടെ ഒരു ട്രെയിൻ സാവധാനത്തിൽ പോകുന്നു. അതിൻ്റെ വാതിലിലായി ഇരുവശത്തെയും കമ്പികളിൽ പിടിച്ചുകൊണ്ട് കടലിലേക്ക് നോക്കി അവൾ നിൽക്കുകയാണ്. അതിശക്തമായ കാറ്റിൽ അവളുടെ മുടിയിഴകൾ പാറിപ്പറക്കുന്നു. ഇരു കൈകളിലേക്കും ഒന്ന് നോക്കിയതിനു ശേഷം അവ രണ്ടും സാവധാനത്തിൽ അവൾ സ്വതന്ത്രമാക്കി. എന്നിട്ട് ആർത്തിരുമുന്ന കടലിലേക്ക് ആയുവാൻ തുടങ്ങിയതും ഒരു കരം അവളുടെ കൈയിലായി പിടുത്തമിട്ടു. നല്ല പരിചയമുള്ള രോമാവൃതമായ ആ കൈ അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു. എങ്ങനെയും അത് വിടുവിച്ച് താഴേക്ക് ചാടുവാൻ അവൾ പരിശ്രമിച്ചു. പക്ഷേ ആ കൈ അവളെ ട്രെയിനിനുള്ളിലേക്ക് വലിച്ചു കയറ്റുകയും ചെയ്തു. തന്നെ പിടിച്ചു കയറ്റിയത് റാമാണെന്ന് മനസ്സിലാക്കിയതും അവൾ തൻ്റെ കരം തട്ടിമാറ്റി. ശേഷം അവൻ്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കിയിട്ട് കടലിലേക്ക് ഒറ്റ ചാട്ടം വെച്ചു കൊടുത്തു. ആർത്തിരുമ്പി ഇളകിയാടുന്ന കടലിൽ വീണതും അവൾ അതിവേഗത്തിൽ മുങ്ങിത്താണു. പെട്ടെന്ന് ഒരു കുട്ടിയുടേതുപോലുള്ള തോന്നിച്ച മറ്റൊരു കരം വന്ന് അവളുടെ കൈകളിൽ മുറുകെ പിടിച്ചു. ഒരു ദുസ്വപ്നം കണ്ടതുപോലെ ആനന്ദി ഞെട്ടി എഴുന്നേറ്റു. പുറത്ത് നല്ല കനത്ത മഴ പെയ്യുന്ന ശബ്ദം കേട്ടു. കാറ്റ് കയറാനായി തുറന്നിട്ട ജനലിലൂടെ തെരുവിൽ നിന്നുമുള്ള ഹാലജൻ ലൈറ്റിൻ്റെ അരണ്ട വെളിച്ചം മുറിക്കുള്ളിലേക്ക് വന്നുകൊണ്ടിരുന്നു. ആ വെളിച്ചത്തിൽ ആനന്ദി റാമിൻ്റെ മുഖത്തേക്ക് നോക്കി. കുട്ടികളെപ്പോലെ നിഷ്കളങ്കമായി ഉറങ്ങിക്കിടക്കുന്ന റാമിനെ അവൾ അല്പസമയം അങ്ങനെ നോക്കിക്കിടന്നു. ആ നിമിഷത്തിൽ അവൾക്ക് അവൻ്റെ മീശയോട് കൗതുകം തോന്നി. ശബ്ദമുണ്ടാക്കാതെ അവൻ്റെ അടുത്തേക്ക് നീങ്ങിക്കിടന്നുകൊണ്ട് അവൻ്റെ മുഖത്തിന് അഭിമുഖമായി അവൾ ബെഡിൽ കൈകുത്തി എഴുന്നേറ്റിരുന്നു. ശേഷം റാമിൻ്റെ ഇരുവശത്തെയും മീശയുടെ തുമ്പിൽ ചെറുവിരൽ തുമ്പുകൊണ്ട് തൊട്ടു തൊട്ടില്ല എന്ന വിധത്തിൽ സ്പർശിച്ചു ഒരു വിധത്തിൽ അത് പിരിച്ചു വച്ചു. ആ ഒരു നിമിഷത്തിൽ ആനന്ദിയുടെ തോളിൽ തങ്ങി നിന്നിരുന്ന ഒരു പറ്റം മുടിയിഴകൾ ദിശ തെറ്റി റാമിൻ്റെ മുഖത്തേക്ക് വീണു. പെട്ടെന്ന് അവൻ്റെ ശ്വാസോച്ഛ്വാസത്തിൽ നേരിയ വ്യത്യാസമുണ്ടായതും അവൾ വേഗത്തിൽ തിരികെ കിടന്നു. എന്നിട്ട് ഒളികണ്ണിട്ട് അവൻ ഉണർന്നോ എന്ന് നോക്കി. അവന് പഴയതുപോലെ തന്നെ ഉറക്കമാണെന്ന് മനസ്സിലാക്കിയതും അവൻ്റെ മുഖവും നോക്കി അങ്ങനെ കിടന്നുകൊണ്ട് അവൾ വീണ്ടും മെല്ലെ ഉറക്കമായി. റാം, എഴുന്നേൽക്ക് റാം. ആനന്ദിയുടെ തുടരെ തുടരെയുള്ള വിളികൾ കേട്ടാണ് അവൻ ഞെട്ടി ഉണർന്നത്. എടോ, സമയം 7 മണി കഴിഞ്ഞു, ആനന്ദി പരിഭ്രമത്തോടെ പറഞ്ഞു. അവൻ ചാടി എഴുന്നേറ്റ് കൊണ്ട് കണ്ണുകൾ അമർത്തി തിരുമ്മി. ശേഷം ഫോണെടുത്ത് നോക്കി. ഞാൻ അലാം വെച്ചതാണല്ലോ, ഇനിയിപ്പം എന്തു ചെയ്യും? അവൻ അവളോട് ചോദിച്ചു.